അല്ല, നമ്മുടെ പിള്ളേർക്ക് ഇത് എന്തിന്റെ കുത്തിക്കഴപ്പാ? ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് പറയാൻ ആധാരമായ വീഡിയോ നിങ്ങളെ കാണിക്കാം. നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടപ്പോ ഇതിപ്പോ എന്താ ഇത്ര വിമർശിക്കാന് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്തുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇതിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ട്. ഒരാളെ ഇങ്ങനെ ഇക്കിളിയാക്കുമ്പോൾ നമുക്ക് അതിന്റെ മാനസികമായിട്ടുള്ള വശത്തേക്ക് നമുക്ക് പോവാം, എത്രത്തോളം ആ വ്യക്തിക്ക് അത് ആഘാതം ഉണ്ടാക്കുന്നത്. ആ ഒരു വീഡിയോയിൽ ആൾ പറയുന്നുണ്ട്, ഞാൻ മൂത്രമൊഴിക്കും, എനിക്ക് മൂത്രമൊഴിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത്രയും കൂട്ടുകാരുടെ ഇടയിൽ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇതൊക്കെ അങ്ങോട്ട് അറിയപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നീയും ഇപ്പം അത് തന്നെയല്ലേ ചെയ്യുന്നത്, നീ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കല്ലേ. പക്ഷേ ഇതിലൊരു ഭവിഷ്യത്ത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനതിൽ ആ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ആൾക്ക് ഉണ്ടാവുന്ന മാനക്കേട് അല്ലേ, ആ ആളുടെ ഉടനീള ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ അതൊരു ഭൂതകാല തിക്താനുഭവമായിട്ട് അവിടെ കിടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിരി വരുമായിരിക്കും, നമുക്ക് തമാശ ആയിരിക്കും. നമുക്കറിയാലോ, നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളൊക്കെ ഈ ടച്ച് ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതിൻ്റെ ഈ ക്യാമറ കാലഘട്ടം വന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ചിരിച്ച ഒരു തമാശയാണ്. ഒരു ഏട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട് അല്ലേ. ഒരു ചേട്ടൻ പടക്കം പൊട്ടിക്കുകയാണ്. പടക്കം പൊട്ടിച്ചിട്ട് ഒരു മതിലിൽ വെച്ചിട്ട് ഓടിക്കളയുന്ന ഒരു വീഡിയോ. ആ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ആള് വീണു പോകുന്നുണ്ട്. ഈ ഒരു സന്ദർഭം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വീഡിയോ വരുന്നുണ്ടാവും അല്ലേ. ആള് ഓടിപ്പോവാണ്. ആ ഓടിപ്പോകുന്നതിനിടയ്ക്ക് ആള് മറിഞ്ഞു വീഴുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ഓണൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ആ വീഡിയോ എത്താറുണ്ട്. പക്ഷെ അയാൾ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എന്നല്ല, എൻ്റെ മക്കൾ പോലും ഒരുപാട് അപമാനം, ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാരണം. നമ്മളത് അറിയാറുണ്ടോ? നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് തമാശ വീഡിയോകളായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. ഒരാൾ ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണെങ്കിൽ ബാക്കിലുള്ള ആൾ ആ സ്റ്റൂൾ വലിക്കുന്നതും ആൾ വീഴുന്നതും, ഇങ്ങനെ ചില അപകടങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 2 സ്ത്രീകൾ ഒരു മതിൽ പൊളിച്ചിട്ട് മതിലെടുത്തിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് വീഴുന്ന ഒരു വീഡിയോ പോലും, ഒരു താഴ്ചയിലേക്ക് വീഴുന്ന വീഡിയോ പോലും അതിലൊരു തമാശ രംഗം പോലെ കണ്ട് നമ്മളൊക്കെ ആഘോഷിച്ചാണ്. എന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർക്ക് എന്തായിരുന്നു എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഇക്കിളിൻ്റെ കാര്യം. ഇവർക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് വരാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനിയന്ത്രിതമായിട്ട് അവരുടെ ശരീരം അപ്പോൾ ചലിക്കുകയാണ് ചെയ്യുക. അനിയന്ത്രിതമായിട്ടുള്ള ശ്വസനം ഫാസ്റ്റ് ആവും. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താവും. ശ്വാസം കിട്ടാണ്ടാവാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ അമർത്തി പിടിക്കുകയാണ്. ആ സമയത്ത് അവരും രക്ഷപ്പെടാൻ വേണ്ടി ശരീരത്തിനെ പല രീതിയിൽ ഇറുക്കാൻ വേണ്ടി ശ്രമിക്കും. ആ പിടുത്തത്തിൽ ഏതെങ്കിലും ഒരു നാഡീനരമ്പിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുക എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ മരണം വരെ സംഭവിക്കാൻ അത് കാരണമാവുകയാണ്. അങ്ങനെയാണ്. പിന്നെ അയാൾ ചിലപ്പോൾ കൊതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ചിരിക്കുന്നുണ്ടാവും, പിന്നീട് അതൊരു കരച്ചിലായിട്ട് മാറുകയാണ്. ഒരു പക്ഷെ പിന്നെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിനും കുടുംബത്തിനും കരയാനുള്ളൊരു കാരണമായിട്ട് മാറും. നമുക്ക് കാണുമ്പോഴൊക്കെ ചിരി വരുന്നുണ്ടാവും. അത്രയും വലിയ ആ പിടുത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ കാര്യമായിട്ട് പരിക്ക് പറ്റിയ കാര്യങ്ങളോ അല്ലെങ്കിൽ കൊതരാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തലയോ കാലോ എവിടെയെങ്കിലും അടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ അപകടത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? അതെല്ലാം തമാശയോ, അതെല്ലാം നേരം പോക്കെന്ന് വിചാരിക്കരുത്. പുതിയ കാലത്തെ കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഗൗരവമൊന്നും അത്ര ചിന്തിക്കാറില്ല. എന്തായാലും ഈ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം തമാശകളിലേക്ക് നിങ്ങൾ ഏർപ്പെടരുത്. നിങ്ങളെന്നല്ല, ഇത് കാണുന്ന ഒരു കുട്ടികളും ഇത്തരം തമാശകളിലേക്ക് ഏർപ്പെടരുത്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുണ്ടെങ്കിൽ വിവേകപൂർവ്വം ചിന്തിച്ച് അതിനെതിരെ പറയാനും നമുക്ക് ആ സന്ദർഭം ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒരാളെ ജീവിതകാലം മുഴുവൻ മാനസിക രോഗിയാക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം ഇല്ലാതായി മരണത്തിലേക്ക് നയിക്കാനോ ഇതൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള സത്യം കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ തമാശകളിൽ ഏർപ്പെടാൻ.